മോളെ അമ്മണിയച്ചിക്ക് എങ്ങനെയുണ്ട്? അല്പ ആശ്വാസമായിട്ടുണ്ട്. റപ്പായിട്ടിന് ഇന്ന് ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ആ ഏർപ്പായി ഉള്ളതുകൊണ്ട് ഒരാശ്വാസായില്ലേ? അതെ മോളെ, ആ തൊമ്മി മുതലാളിക്ക് മോളോടൊരു താല്പര്യം ഉണ്ട് ട്ടാ. അയാൾക്ക് ആരുടെ താല്പര്യം ഇല്ലാത്ത കമ്പേ തുണി ചുറ്റി വെച്ചാ മതി, അവിടെ നോക്കി നിൽക്കും. ഓ ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. അതെ, ഈ കാണുന്ന ചേലൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതിനു മുമ്പ് ആണൊരുത്തരെ കണ്ടെത്തണം. അല്ലെങ്കിൽ ത്രേസ്യെ പോലെ എന്താ ഒരു കുഴപ്പം? ഓ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്കെന്താ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാ. അത് രണ്ടും കൂടി എന്നെ തിന്നാൻ പറ്റും. ഓ അനുഭവിക്കും. എടാ കേശു, നല്ല കടുപ്പത്തിലൊരു ചായ ഇങ്ങോട്ട് എടുത്തേ. അല്ല നാരായണേച്ചി, എന്തേ നിങ്ങളുടെ മോൻ രാമുവിനെ കണ്ടിട്ട് 2-3 ദിവസമായില്ല. അതെ, നിന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? എന്തേ ഇതാ അങ്ങോട്ട് നോക്കി, എന്തുട്ടാ കിടക്കണേന്ന്. പോളേണത് കണ്ടില്ലേ? ആശുപത്രി പോയപ്പോ ഡോക്ടർ എന്താ പറഞ്ഞേ? ശരിയാകുമെന്നാ പറയണേ, പക്ഷെ കാശ് ഒരുപാടാവും. ത്രേസ്യച്ചി ആകെ വിഷമത്തില. വിഷമിക്കണ്ട, കർത്താവ് ഒക്കെ കാണുന്നുണ്ടല്ലോ. രണ്ടാളും കൂടി എവിടെ പോയിട്ടാ? സാറ ചേച്ചിയുടെ അടുത്തൊരു ബ്ലൗസ് തയ്ക്കാൻ പോയതാ. ആരാ ഇത്? ജോർജേട്ടനാ? ആ മോളെ, ഏർപ്പായിട്ടൻ വീട്ടിലില്ലേ? ഇല്ല, പള്ളി കാണും. ജോർജേട്ടൻ പള്ളിയിലേക്കാ? ജോർജേട്ടന്റെ ചേട്ടല്ലേ ഇത്? മോളിവിടെ നിക്ക. എന്താ ജോർജ് കുട്ടിയെ, എന്താ പറ്റിയേ? കേശോട്ടാ, കടുപ്പത്തിലൊരു ചായ. പിന്നെ തരാം. ഒരു 200ന്റെ കുറവുണ്ട്. കുറെ 200 ആയാ തെല്ലോളം കായി ആയി. മാപ്പാക്കണം. അവിടെ ചായ സ്ട്രോങ് അല്ലേ? നീ ആരെന്നാണ് എന്റെ വിചാരം? നിന്നോടാണോ എന്റെ കളി? എടാ നാറി, ഇനി ഏതും പോരാത്ത അയാളുടെ നെഞ്ചത്തോട്ടാ കയറ്റം. എന്താടി മോളെ, സായിപ്പ് മുതലാളിക്ക് നിന്നെ ഒരു നോട്ടം. തള്ളക്ക് ഈ പരിപാടിയും തുടങ്ങിയോ? ഈ നേരത്തൊക്കെ കൊച്ചേട്ടനെ വീട്ടിൽ കാണാന്ന് പറഞ്ഞാ ഭയങ്കര അത്ഭുതം. അത് പിന്നെ എന്റെ മേരിക്കുഞ്ഞിനെ കാണാൻ വേണ്ടി കൊച്ചേട്ടൊന്ന് ഒഴിവെടുത്തല്ലേ? ഓ, ഒഴിവെടുക്കുന്ന ആളെ കണ്ടില്ലേ? അതല്ല മോളെ, പൗലോ സാറും ഭാര്യയും കൂടെ കുരിശുമല കയറാൻ പോയിരിക്കുക. അപ്പൊ പിന്നെ ആ കൂട്ടത്തില് കൊച്ചേട്ടനും പോയായിരുന്നില്ലേ? നല്ല കാര്യായി. കുരിശുമല താഴെ ചെല്ലുമ്പോ കർത്താവ് മോളിയും നോക്കും. എന്നെ കാണുമ്പോ തന്നെ കർത്താവ് അവിടുന്ന് ഓടും. കൊച്ചേട്ടൻ പിന്നെ കുരിശുമല താഴ്ത്തി നിന്ന് കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ എന്നൊക്കെ പാടേണ്ടി വരും. വർക്കിച്ചും വരണ്ടല്ലോ. കേശുവിന്റെ കട ചെന്നപ്പോ അവിടെ ഇല്ല, എന്നാ പള്ളി ചെന്നപ്പോ അവിടെ ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണു. ഇതാ പറയണത് ദൈവം ഉണ്ടെന്ന്. എന്താണ്ടർപ്പയ്യേ, ഈ പെണ്ണിന്റെ കല്യാണം എന്നായില്ലേ? ഓ, അതൊക്കെ നടക്കും. വർക്കിച്ചിന് എന്ത് വഴിക്ക്? ആ പിന്നെ അർപ്പയ്യേ, നമ്മളെ വല്യറമ്പിലെ കുഞ്ഞച്ചന്റെ മോളുടെ മനസ്സമ്മത ഒരു 10-25 ബിരിയാണി ഉണ്ടാക്കണം. ചിക്കനാട്ടാ. എന്റെ കൂടെ ഉണ്ടായിരുന്ന ശീമോനാച്ചാ അവന്റെ അമ്മയുടെ ആണ്ടാത്ര. ഒരു കൈസഹായത്തിന് എർപ്പായി എന്റെ കൂടെ വന്നാ. അതിനിപ്പോ എന്താ, ഞാൻ വരാലോ. പക്ഷെ ഒരു കാര്യണ്ട്, 25 ആളെ ബിരിയാണി എന്നുള്ളത് 30 ആൾക്കാക്കണം. അതിന് വർക്കച്ചന്റെ ചിത്രം കാണിക്കരുതേ.
അറിഞ്ഞില്ലേ പറഞ്ഞില്ല എന്ന് വേണ്ട. മേൽക്കുഞ്ഞേ കൊച്ചാട്ടം പോവാട്ടാ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും. ഹോ, ഈ തീക്കൊക്കെ ഒന്നൊരു പുകയുണ്ടപ്പോ. തീക്ക് പിന്നെ പുകയില്ലാണ്ട് പൂക്കാറുണ്ടാവുക. എന്തൊക്കെ പറഞ്ഞ ചെവിയെ വർക്കിച്ചോ ഈ ബിരിയാണി കലക്കൂട്ടാ. നല്ല മണം വന്നിട്ടുണ്ട്. അത് പിന്നെ പറയണ്ട. ഈ തൃശ്ശൂരിലെ വർക്കിച്ചിന്റെ ബിരിയാണി എന്ന് പറഞ്ഞാ ഒരു 1.5 ബിരിയാണി തന്നെയാ. പിന്നെ കേട്ടുണ്ട് സവോളക്ക് എനിക്കൊന്നുമില്ല. സഭോളക്ക് വേദനിക്കില്ല, പക്ഷെ എനിക്ക് വേദനിക്കും. കണ്ട നിന്നൊക്കെ പണിക്ക് വെച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇവിടെ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ. എവിടെ എങ്ങോട്ട് പോയത്? ഇങ്ങോട്ട് വന്നേ. ഇതൊക്കെ കൊണ്ടുപോയി കഴിക്കച്ച് വേഗാട്ടെ. പയ്യെ അടി പിടിക്കാൻ നോക്കട്ടാ. ആരടി പിടിക്കാൻ? അടി പിടിക്കുന്നേ. എന്തായാലും നിന്റെ അടി പിടിക്കാൻ പോണില്ല. പണ്ടൊക്കെ സദ്യയായിരുന്നു, ഇപ്പൊ മിണ്ടിയ ബിരിയാണിയാ തന്നെ. പയ്യെ ആളുകളൊക്കെ വന്നു തുടങ്ങിടാ. ഞാൻ ഒന്ന് മേക്കഴുകിട്ട് മാറിയിട്ട് വരാം. ആളുകൾ വരുമ്പോ വിളമ്പി കൊടുക്കണ്ടല്ലേ. കൊഴപ്പില്ല, വർക്കിച്ച് പോയിട്ട് വാ. ഞാൻ ഇവിടെ ഇല്ലേ. നീ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേട്ടാ. വല്ല പട്ടിപ്പൂച്ചി കയറാണ്ട് പോയിക്കോ. വന്നേ. ഞാൻ ഇവിടെ ഉള്ളപ്പോ ഏത് പട്ടിപ്പൂച്ചി തന്നെ വർക്കിച്ച. ആ ജോണിക്കുട്ടി നീ നേരത്തെ എത്തിയോ? ഇപ്പൊ എത്തിയുള്ളൂ. ബിരിയാണി കാലോ? ബിരിയാണി അപ്പോഴേ റെഡി അല്ലേ? എടുക്കാല്ലേ? പയ്യേ റെഡി അല്ലേ? പയ്യേ സാധനങ്ങളൊക്കെ എടുത്തോ. ആ മോനെ എന്നോട് തന്നെ ഈ ചതി ചെയ്തില്ലടാ. എന്താ മറുപടി എന്നിട്ട് ഈ തന്റെ എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ? നീ ആ ശാന്തനെ അമ്പേനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ദ്രേസൊക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ അങ്ങനത്തെ കൊത്താറല്ലോ. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസറിനാണോ ദൈവത്തിനാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാണ്. ആർക്ക് വേണ്ടിയാടി ഈ മാദക ശരീരം ഇങ്ങനെ കെട്ടിപ്പോഞ്ഞ് നടക്കണേ? നിന്നെ എനിക്ക് ഇഷ്ടമാ. എന്താ വേണ്ടച്ച പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശിനും അടിക്കുത്തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടാവും. ആ കളി ത്രേസ്യോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തന്തയ്ക്ക്
അമ്മായിയെ, നീ എന്താ ഈ വെടികൊണ്ട പന്നിയെ പോലെ ഓടുന്നേ? വാടോ, വാ, വാ, നമുക്ക് പോയി നോക്കാം. അമ്മായിയെ, ഓ, നിക്കണോ? എന്തുട്രാ ചാവാൻ ഇത്ര ധൃതിയാ? അതല്ല ചാവാൻ തയ്യാറായിട്ട് ഏർപ്പായി വന്നിട്ടുള്ളത്. ഇറങ്ങി മാറേ. ഞാൻ ഈ കാണുന്നത് നിർത്തണം. അഭിനയിച്ചേ വന്ന് കവലി കിടന്ന് നീ അടി കൂടാൻ തുടങ്ങിയ. ഏയ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മച്ചേ. നടു റോഡിൽ കിടന്ന് തല്ലുകൂടാ. കൊച്ചുകുട്ടിയാണെന്ന വിചാരം പോത്ത് പോലെ വളർന്നില്ലേ? പ്രായപൂർത്തിയായി ഒരു പെങ്ങളെ കൊച്ചുള്ള കാര്യം ഓർത്തില്ല? ആർക്കും വേണ്ടാത്ത 3-4 ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലെ ഓർത്തില്ലല്ലോ. കൊച്ചുറേസിന് ഉപയോഗിച്ചു കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാ അമ്മച്ചേ. ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്? ഒന്നിനും മടിക്കാത്ത ശവങ്ങളാ. മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ വെട്ടിക്കീറിയില്ലെങ്കിലേ അടുക്കി വെക്കാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ 2 ദിവസം കൊണ്ട് തീർത്ത് തരില്ലുണ്ട് ചേച്ചി. ഓ, എന്തൊരു ചൂട്. മുഴുവൻ ചുള്ളിക്കമ്പുകളാ. എന്താ ഉറപ്പായേ, വിറവ് കയറി മടുത്തോ? ഇതൊക്കെ മടുത്താ പിന്നെ പള്ളം നിറയണ്ട സാറേ. ഈ ഉടുപ്പൊക്കെ ചീത്തയായില്ലേ? ദാ, ഇത് വെച്ചു. അല്ല, നീ ഇന്നലെ തൊമ്പിയുടെ അറപ്പിളക്കെന്ന് കേട്ടു. എത്ര നെച്ച സഹിക്കണ്ട സാറേ, കൊടുത്തു അങ്ങോട്ട് 2 എണ്ണം ഞാൻ. ആ, അതെന്തായാലും നന്നായി. പക്ഷെ നീ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആ കലി സാഹിബേ കുറച്ച് കൂടിയനാ. അനിയ സാഹിബിനൊന്നും ചെയ്തില്ലോ. കൊച്ചുറേസി സാറൊക്കെ എന്റെ ജീവനാ. അവർക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എങ്കിൽ പിന്നെ കൂടെ കൂട്ടിക്കൂടെ? ഇത് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്ക് തന്നെ അറിയാം. എന്നിട്ടാണ് പിന്നെ കൊച്ചു ത്രേസ്യ. കഴിഞ്ഞ ദിവസം പെണ്ണാണാൻ വന്നവരുടെ വിവരം വല്ലതറിഞ്ഞോ? ഒന്നും പറഞ്ഞു കേട്ടില്ല. അത് വെറുതെ. ഇത് 7ാമത്തെ ആലോചനയല്ലേ, ഇതെന്തായാലും നടക്കും. അല്ലേലും കുറെ ദൂരെ നിന്നുള്ള ആലോചന വേണ്ടെന്ന് തന്നെ എനിക്കും. അത് ശരിയാ, കുറെ ദൂരേക്ക് പോയാ എന്റെ ഈ പൊന്നുംകുടത്തിനെ കാണാൻ കിട്ടില്ലല്ലോ. ഇത്രയൊക്കെ പറയാൻ വല്ല നടന്നിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. മാറാ സാഹിബേ, നിങ്ങളുടെ ഒരുപാട് ചോര എന്റെ പള്ളേ കിടക്കുന്നുണ്ട്. അതിനൊരുപാട് നന്ദിയുണ്ട്. പക്ഷേ അവറ്റകളെന്റെ ചങ്ക. അതീ കേറി കളിച്ച ഏർപ്പായിക്ക് പൊള്ളും.
എനിക്ക് പൊള്ളിയ നിന്റെ ഞാൻ ചുടും. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം സാഹിബേ, ഇല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ബ്രേക്കില്ല. ഏലിയാമ്മച്ചി എന്താടാ അന്നൊരു പോക്ക് പോയിട്ട് പിന്നെ ഇന്നാണല്ലോ നിന്നെ കാണുന്നേ? അയ്യോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേരിക്കുഞ്ഞിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ ഇനി എന്നോട് പറഞ്ഞേക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്താടാ അവര് പറഞ്ഞേ? അവര് പറഞ്ഞ പോലെ പറഞ്ഞ എന്തായാലും കാര്യം പറ. ഒരു തീറ്റിപ്പണ്ടാരത്തിന്റെ പെങ്ങളെ അവർക്ക് വേണ്ടാന്ന്. ഇതും കൂടെ കൂട്ടി ഇത് 7ാമത്തെയാ. ദൈവത്തെ ഓർത്ത് ഇനി ഈ കേസ് എന്നോട് പറയരുത്. ഉള്ളതെല്ലാം വെറ്റുപെറുക്കിയിട്ടാണെങ്കിലും കെട്ടിച്ചു വിടാമെന്ന് വിചാരിച്ച അതിന് സമ്മതിക്കില്ല. എണ്ണം കെട്ടവൻ പിരിച്ചതല്ലേ കിട്ടുള്ളൂ അമ്മച്ചി. എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. നിനക്ക് സങ്കടം കാണില്ല. കല്യാണപ്രായം തികഞ്ഞ ഒരു പെങ്കൊച്ചു വീട്ടിലുണ്ടെങ്കിലേ അതിന്റെ എണ്ണം മുഴുവനും പെറ്റതള്ളയ്ക്കാം. അറിയോ നിനക്ക്? കുടുംബത്തിലൊരു ആന്തരി ഉണ്ടെങ്കിൽ അതൊരാശ്വാസത്തള്ളവർക്ക്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, വൃത്തികെട്ട ഒരു തീറ്റിപ്പണ്ടാരം. എന്തു പറഞ്ഞാലും കൊച്ചേന്റെ കാര്യത്തിൽ അമ്മച്ചി എത്തും. ആ പാവ ഇത് എന്ത് ചെയ്തിട്ടാ? ഓ, ഒന്നും ചെയ്തില്ല. ഒരു കോജ്ഞാണ് ഇങ്ങ് വരട്ടവൻ. ഇനി ഈ പേരും പറഞ്ഞ ആ പാവത്തിന് ഓ എഴുന്നള്ളുന്നുണ്ട്. ഇല്ല, ഞാൻ പിടിച്ച് 2 ഉമ്മ കൊടുക്കാം. നീ കൊച്ചേട്ടാ എന്താട്ടാ ഇങ്ങോട്ട് മാറി. അവന്റെ ഒതുക്കത്തെ ഒരു പരിപ്പൂട. ഇറങ്ങി പോടാ പണ്ടാരക്കാരാ. മിണ്ടി പോരുന്ന് കയറി പൊടിയാത്ത. പെറ്റി വീണപ്പോഴേ തള്ളപ്പോയി. അറിവായി തുടങ്ങിയപ്പോ തന്തേ. ഇനിയിപ്പൊ ആരെ കൊണ്ടനാണ് അതിന്റെ ഈ ജന്മം? ഇറങ്ങി പോടാ അവിടുന്ന്. ഇറങ്ങി പോവാൻ അവിടുന്ന്. തലേ വെച്ച പേരെനിക്ക് താഴെ വെച്ച ഉറുപ്പരിക്കെന്നും പറഞ്ഞ് ഓമനിച്ച് കൊണ്ടു നടന്ന എന്റെ കൊച്ചിനെ മനസമാധാനത്തോടെ അതിനെ ഒന്ന് കെട്ടിച്ചു വിടാൻ കൂടി കാലമാണ് സമ്മതിക്കില്ല. ഞാനൊന്നും വിചാരിച്ചല്ല. പോരുത് നീ എന്റെ അടുത്ത്. ഇപ്പൊ ഇറങ്ങി പൊക്കോളാം ഇവിടുന്ന്. നീ കിടപ്പും കിടക്കാടും ഒക്കെ വേറെ എവിടെങ്കിലും പോയി.